സീസൺ 7 ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് പ്രഖ്യാപിച്ചിരുന്നത് കടുപ്പമേറിയ ടാസ്കുകളായിരിക്കും ഇത്തവണ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് എന്നായിരുന്നു. ടാസ്കുകൾ കടുപ്പമാകുമ്പോൾ അതിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ മാനസികമായും ശാരീരികമായും ശക്തമായിരിക്കണം. ഇത്തവണത്തെ ജയിൽ ടാസ്കിനിടയിൽ രേണുസുതി വീഴുക കൂടി ചെയ്തതോടെ ടാസ്കുകൾ നന്നായി കളിക്കാൻ പാകത്തിൽ മറ്റൊരു മത്സരാർത്ഥിയെ വൈൽഡ് കാർഡ് വഴി ഉൾപ്പെടുത്തണമെന്ന മുറവിളി സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. നെവിനൊപ്പമാണ് രേണു ജയിൽ ടാസ്ക് കളിച്ചത്. അച്ചാറ് കമ്പനി എന്നായിരുന്നു ഈ ടാസ്കിന്റെ പേര്. നെവിനും രേണുവിനും നെല്ലിക്കകളും നാരങ്ങകളും ബിഗ് ബോസ് നൽകി. ജയിലിനുള്ളിൽ നിന്നുകൊണ്ട് ഈ നെല്ലിക്കകളും നാരങ്ങകളും ജയിലിൽ നിന്ന് അകലെയായി വെച്ചിരിക്കുന്ന ഭരണിക്കുള്ളിലേക്ക് ഇരുവരും എറിഞ്ഞിടണം. ഇതുപയോഗിച്ച് സ്വാദിഷ്ടമായ അച്ചാർ തയ്യാറാക്കുക എന്നാണ് ടാസ്ക് ലെറ്ററിൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. നാരങ്ങകൾ ഭരണിക്കുള്ളിലിട്ടതിന് ശേഷം സാധനങ്ങളുടെ അടുത്തേക്ക് ഓടുന്നതിനിടയിൽ രേണു വീഴുകയായിരുന്നു. ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഇതോടെ ഫിസിക്കൽ ടാസ്കുകൾ രേണുവിന് പറ്റില്ല എന്ന അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. തന്റെ ആരോഗ്യം മോശമായെന്ന് കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞിരുന്നു. രേണു അന്ന് പറഞ്ഞത് ഇങ്ങനെ: എന്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ല, എനിക്കിനി വയ്യ, വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു. ഇങ്ങനെയായിരുന്നു അന്ന് രേണു പറഞ്ഞത്. ഷോയിൽ തുടർന്നാൽ ഇതിലും കടുപ്പമേറിയ ടാസ്കുകൾ വരുമ്പോൾ രേണു എന്ത് ചെയ്യും എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും ചോദിക്കുന്നത്. എന്തായാലും ജയിൽ ടാസ്കിനിടെയാണ് രേണു വീണത്.